ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 12ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളതാണ്. 12th ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള MCQs നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ദ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. നമുക്ക് സമയം കളയേണ്ട, ചോദ്യങ്ങളിലോട്ട് കടക്കാം. നമുക്കൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചോദ്യം ഇതാണ്: 3 capacitors of capacitances 3 μF, 9 μF and 18 μF are connected once in series and then in parallel. Ratio of equivalent capacitance CS/CP ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റൻസസ് തന്നിട്ട് നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മൈക്രോഫാരഡിനെ ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ചില സമയത്ത് നമുക്ക് കപ്പാസിറ്റൻസ് തരും ചാർജ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനൊക്കെ പറയും. ആ സമയത്ത് മൈക്രോഫാരഡിനെ ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ചോദ്യം നമുക്ക് ഈക്വലന്റ് കപ്പാസിറ്റൻസിന്റെ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. CS സീരീസിൽ കണക്ട് ചെയ്താൽ നമുക്ക് അറിയുന്ന ഫോർമുല ഇതാണ്: 1/CS = 1/C1 + 1/C2 + 1/C3. തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് 1/3 + 1/9 + 1/18. ഇവിടെ 18 എന്നുള്ളതാണ് LCM വരിക അല്ലെ? അപ്പൊ മുകളിൽ ഇവിടെ 6 + 2 + 1 which will be equal to 9/18. 9/18 എന്ന് പറയുന്നത് 1/2 ആണ്. Therefore CS will be equal to 2 μF. അപ്പോ സീരീസ് കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി 2 μF. ഇനി പാരലൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താണ്? CP is equal to C1 + C2 + C3. അതായത് കപ്പാസിറ്റൻസ് വാല്യൂസിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് 3 + 6 3 + 9 + 18 ആണ്. 3 + 9 is 12. 12 + 18 എന്ന് പറയുമ്പോൾ 30. അപ്പൊ CS എന്നുള്ളത് നമുക്ക് 2 μF എന്നും CP എന്നുള്ളത് 30 μF എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് CS/CP കണ്ടുപിടിക്കാനാണ്. സോ വിച്ച് വിൽ ബിക്കം 2/30. 2/30 എന്ന് പറയുന്നത് 1/15 ആണ്. അപ്പൊ 1/15 എന്ന് വെച്ചാൽ 1:15 എന്നാണ് ആൻസർ എഴുതേണ്ടത്. 15:1 അല്ല. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്, വിച്ച് ഇസ് 1:15. അടുത്തൊരു ചോദ്യം: നമുക്ക് 5 കപ്പാസിറ്റേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാ കപ്പാസിറ്റൻസിന്റെ വാല്യൂ C ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഈക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് B കണ്ടുപിടിക്കാനാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ബേസിക്കലി ഇത് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്ന വീസ്റ്റൺസ് ബ്രിഡ്ജിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുപോലെ നമുക്ക് ഡയഗ്രാം വന്നിട്ടുണ്ടെങ്കിൽ ഡയഗ്രാം നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് നോക്കുക, അതായത് റീഡ്രോ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു വീസ്റ്റൺസ് ബ്രിഡ്ജ് പോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ജോയിന്റിന് C എന്ന് പേര് കൊടുത്താൽ ഈ ജോയിന്റിന് D എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ AB നമുക്ക് ഓൾറെഡി ഉണ്ട് അല്ലെ? അപ്പൊ അത് എങ്ങനെയാ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനെ റീഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ നമുക്ക് A എന്ന് മാർക്ക് ചെയ്യാം. ഇതിനകത്തൊരു B ഉണ്ട്. എക്കും ബിക്കും ഇടയ്ക്കായിട്ട് ഒരു സൈഡിൽ C, മറ്റേ സൈഡിൽ D. ഇതുപോലെയാണല്ലോ നമുക്ക് ഡയഗ്രാം എടുക്കുന്നത്. ഇനി എക്കും സിക്കും ഇടയ്ക്കായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ട്, വിച്ച് മീൻസ് ഐ ക്യാൻ ഡ്രോ എ കപ്പാസിറ്റർ ലൈക്ക് ദിസ്. ഇനി ഇതാണ് സിക്കും ബിക്കും ഇടയ്ക്കായിട്ട് ഇവിടെ ഒരു കപ്പാസിറ്റർ എടുക്കുന്നുണ്ട്. അപ്പൊ ബിക്കും സിക്കും ഇടയ്ക്കായിട്ട് ഒരു കപ്പാസിറ്റർ വന്നു. അതുപോലെ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാൻ പറ്റും ബിക്കും ഡിക്കും ഇടയ്ക്കും അതുപോലെ എക്കും ഡിക്കും ഇടയ്ക്കും കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇനി ഇതാണ് C എന്ന് പറയുന്ന പോയിന്റ്, ദിസ് ഇസ് D അല്ലെ? അതിനിടയ്ക്കും ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതാണ് നമ്മുടെ 5ാമത്തെ കപ്പാസിറ്റർ. അപ്പൊ ഇതുപോലെയാണ് ഇത് കറന്റ് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്ന വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഒരു ഡയഗ്രാം പോലെയാണ് ഇരിക്കുന്നത് അല്ലെ? വീസ്റ്റൺസ് ബ്രിഡ്ജിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബാലൻസ്ഡ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് റെസിസ്റ്റൻസസ് ഈക്വൽ ആവുമ്പോൾ ഈ നടുക്കിലുള്ള റെസിസ്റ്റൻസിലൂടെ അല്ലെങ്കിൽ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഗാൽവനോമീറ്ററിലൂടെ കറന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കപ്പാസിറ്റേഴ്സ് ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് പോലെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഈ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള കപ്പാസിറ്റർ നമ്മൾ കറന്റ് ഫ്ലോ ചെയ്യാന്ന് പറയില്ല. അതിന് പകരം ചാർജസ് ഒന്നും സ്റ്റോർ ആവുന്നില്ല എന്നുള്ളതാണ് പറയാം. കാരണം കറന്റ് ഉണ്ടെങ്കിലാണ് അവിടെ ചാർജ് ഉണ്ടാവുന്നത് അല്ലെ? ഫ്ലോ ഓഫ് ചാർജസിനെയാണ് കറന്റ് എന്ന് പറയുന്നത്. അപ്പോ A, C അതുപോലെ CB ഒക്കെ ഇടയ്ക്ക് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സിക്കും ഡിക്കും ഇടയ്ക്ക് ചാർജ് ഒന്നും സ്റ്റോർ ആവാത്തത് കൊണ്ട് തന്നെ ആ ഒരു കപ്പാസിറ്റർ നമ്മൾ എടുത്തു മാറ്റിയാൽ പോലും സർക്യൂട്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ നമുക്ക് മാറ്റി വരയ്ക്കാം? ഇത് ഒരു കൈറ്റ് സ്ട്രക്ചർ പോലെയാണ് വരുന്നത് അല്ലെ? അപ്പൊ ഇതാണ് ഞാൻ A, B,
സി ഡി എന്നെടുത്തിരിക്കുന്നത്. ഇതിനിടയ്ക്കെല്ലാം നമുക്ക് ഓരോ കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡയഗ്രം. ഈ ഡയഗ്രത്തിനെ ഒന്നുകൂടെ നമുക്കൊന്ന് മാറ്റി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് കപ്പാസിറ്റൻസ്, ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വിച്ച് മീൻസ് വാട്ട്, ഇതിനെ ഞാൻ C1 C2 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അതുപോലെ ഈ താഴെയുള്ള രണ്ട് കപ്പാസിറ്റേഴ്സും വീണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അവ രണ്ടും പാരലലി കണക്ട് ചെയ്തിട്ടുള്ളത് പോലെ. അതുപോലെയാണ് കപ്പാസിറ്റേഴ്സ് ഇവിടെ, ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് അല്ലെ. ഞാൻ ഇതിനെ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് രണ്ട് സീരീസ്, അതുപോലെ ഇത് രണ്ട് സീരീസ്. ഇനി ഈ സീരീസിലുള്ള രണ്ടെണ്ണത്തിനെയും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എല്ലാ കപ്പാസിറ്റൻസിന്റെ വാല്യൂയും സി തന്നെയാണ്. രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താണ്? എളുപ്പമാണ്. 1/CS എന്ന് പറയുന്നത് 1/C + 1/C which will be equal to 2/C. അപ്പൊ CS എന്ന് പറയുന്നത് C/2 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ C/2 എന്നാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരിക. അതുപോലെ താഴെയുള്ള രണ്ടും സീരീസിൽ തന്നെയാണ്. അപ്പൊ അതിന്റെ കപ്പാസിറ്റൻസും C/2 എന്ന് വരും. ഇനി ഈ C/2 എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റേഴ്സിനെ പാരലലി ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാരലൽ കോമ്പിനേഷന്റെ കപ്പാസിറ്റൻസ് എന്താണ്? വാല്യൂ C1 + C2. ഇവിടെ നമുക്ക് C/2 + C/2 എത്രയാണ്? ½ C + ½ C എന്ന് പറഞ്ഞാൽ ഫുൾ C ആണ് അല്ലെ, വിച്ച് വിൽ ബി ഈക്വൽ ടു C. അപ്പോ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതുപോലെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അത് വീസ്റ്റൺസ് ബ്രിഡ്ജ് പോലെയാണെന്നും അതിന്റെ നടുക്കിലുള്ള ഒരു കപ്പാസിറ്റർ നമ്മൾ ഊരി മാറ്റിയാലും ഈ സർക്യൂട്ടിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളതും ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ഫിഗർ ഷോസ് സം equipotential lines distributed in space. A charged object is moved from point A to B. നമുക്ക് 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ കുറെ ലൈൻസ് ഉണ്ട്. അതെല്ലാം equipotential ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എല്ലാം വാല്യൂസും എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ചാർജ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വർക്ക് ഡണ്ണിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ചോദ്യം. വർക്ക് ഡണ്ണിന്റെ ഫോർമുല എന്ന് പറയുന്നത് W = V × Q. ഈ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഫൈനൽ ഡെസ്റ്റിനേഷനിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ ഇൻടു ചാർജ് എന്നുള്ളതാണ് V എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ഡയഗ്രത്തിൽ നോക്കാം. ബി ആണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലെ. A to B, എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ ബി ആണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 40 ആണ്. എ എന്നുള്ളതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വിച്ച് ഇസ് 20. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫസ്റ്റ് ഡയഗ്രത്തിൽ എത്രയാണ്? 20 വോൾട്ട് ആണ്. ചാർജ് ഒരേ ചാർജിനെ തന്നെയാണ് നമ്മൾ ഈ 3 ഡയഗ്രത്തിലും ക്യാരി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 എന്ന് കിട്ടി. അപ്പൊ 20 × Q എന്ന് നമുക്ക് എഴുതാം ഏത് വർക്ക് ഡൺ എന്നുള്ളത്. രണ്ടാമത്തെ ഫിഗർ നോക്കുമ്പോൾ ഇത് 10 ആണ്, ഇത് 30 ആണ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഈ രണ്ടാമത്തെ ലൈൻ 20 വോൾട്ട് ആണല്ലോ. ഇനി ഈ മൂന്നാമത്തെ ലൈൻ 40 ആണ്. അപ്പോഴാണ് ഇവിടെ 50 ആവാൻ പറ്റുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ലൈൻ ആണ് വിച്ച് ഇസ് അറ്റ് 20 വോൾട്ട്. ബി എന്ന് പറയുന്നത് ഫോർത്ത് ലൈൻ വിച്ച് ഇസ് അറ്റ് 40 വോൾട്ട്. അപ്പൊ അവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 40 - 20 വിച്ച് വിൽ ബി ഈക്വൽ ടു 20. അപ്പൊ അവിടെയും വർക്ക് ഡൺ എന്ന് പറയുന്നത് 20 × Q എന്നാണ്. ഇനി നമ്മുടെ തേർഡ് ഡയഗ്രം നോക്കുക. എ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 20 വോൾട്ടിലാണ്. ബി മാർക്ക് ചെയ്തിരിക്കുന്നത് 40 വോൾട്ടിലാണ്. അപ്പൊ അവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 - 20 വിച്ച് ഇസ് നത്തിങ് ബട്ട് 20. അപ്പൊ എല്ലായിടത്തും നമുക്ക് കിട്ടിയ വർക്ക് ഡൺ എത്രയാണ്? 20 × Q എന്നുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് വായിക്കാം. എല്ലാ വർക്ക് ഡണ്ണും സെയിം ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഓപ്ഷനിലാണ്? വർക്ക് ഡൺ ഇൻ ഫിഗർ 1 ഇസ് ദ ഗ്രേറ്റസ്റ്റ്, അത് റോങ് ആണ്. ഫിഗർ 2 ഇസ് ലീസ്റ്റ് എന്നുള്ളത് റോങ് ആണ്. വർക്ക് ഡൺ ഇസ് ദ സെയിം ഇൻ ഫിഗർ 1, 2 and 3 എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വർക്ക് ഡൺ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻടു ചാർജ് എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് O എന്ന് പറയുന്നത് XYZ കോർഡിനേറ്റ് ആക്സിസിലാണ് വെച്ചിരിക്കുന്നത്. ഇൻ സ്പേസ് ഈസ് ഗിവൺ ബൈ. പൊട്ടൻഷ്യലിന്റെ ഒരു ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ്സ് 1 meter, 0, 2 meter ഇൻ വോൾട്ട് പെർ മീറ്റർ. പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് E = -dV/dr അല്ലെങ്കിൽ dV/dx അങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്, റൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു -d/dx ഓഫ് V. നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 4x². ഡിഫറൻസിയേഷൻ എല്ലാവരും പഠിച്ചു കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് -4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പുറത്തെടുക്കാം. ഡിഫറൻഷ്യൽ ഓഫ് x² എന്താണ്?
ഡിഫറൻസിയേഷൻ പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറയുന്ന ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്നിന്റെ പ്ലേസിൽ വരുന്നത് 2 ആണ്. അപ്പൊ 2 എക്സ് റേസ് ടു 2 മൈനസ് 1 വെച്ചാൽ 1. അപ്പൊ -4 into 2x which will be equal to -8x എന്നാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ കിട്ടിയത്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് 1 meter, 0, 2 meter എന്ന് വെച്ചാൽ എക്സിന് നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് 0 എന്നും സെഡിന് 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ആൻസറിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന് നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈയും സെഡ് ഒന്നും നമ്മുടെ ആൻസറിൽ ഇല്ല, അതുകൊണ്ട് തന്നെ 0 ഉം 2 ഒന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുന്നില്ല. വിച്ച് ഇസ് ഈക്വൽ ടു -8 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആൻസർ കിട്ടിയത് -8 എന്നാണ്. ഇത് അലോങ് ദ എക്സ് ആക്സിസ് ആണ്, കാരണം എക്സ് ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ളത്. അപ്പോ നെഗറ്റീവ് വരുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് എഴുതാം. അപ്പോ ആൻസർ ആയിട്ട് വരുന്നത് 8 along നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നുള്ളതാണ്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? E equal to -dv/dr എന്ന് പറയുന്ന അല്ലെങ്കിൽ dv/dx എന്ന് പറയുന്ന നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ is correct in a region of constant potential? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് താഴെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് തന്നിരിക്കുന്നത്. സി, അപ്പൊ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഇവിടെ പഠിച്ചു. എന്താണ്? -dv/dr. അപ്പോ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് ഓൾവേസ് 0. അപ്പൊ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെങ്കിൽ പൊട്ടൻഷ്യലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആ ഒരു പ്ലേസിൽ 0 ആകണം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം അല്ല, എന്താണ് വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ഷുഡ് ബി 0. അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. In a parallel plate capacitor, the capacity increases. Parallel plate capacitorന്റെ capacitance ഫോർമുല നമുക്കറിയാം. എന്താണ്? K epsilon 0 A/D. K എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഡൈഇലക്ട്രിക് നമ്മൾ കോൺസ്റ്റന്റ് ഇല്ല, എയർ ആണെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 1 ആണ്. അപ്പൊ epsilon 0 A/D എന്ന് വരും. ഓക്കെ, ഇനി നമ്മളുടെ ചോദ്യങ്ങളിലോട്ട് നോക്കാം. ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? കപ്പാസിറ്റി ഇൻക്രീസ് ആവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റിയാ ഉള്ളത്? ഒന്നുകിൽ കെ വാല്യൂ ഇൻക്രീസ് ആവണം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ഇൻക്രീസ് ആവണം, അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ, അതായത് പ്ലേറ്റ് സെപ്പറേഷൻ ഡിക്രീസ് ആയാലും സി വിൽ ഇൻക്രീസ്. അതാണ് നമുക്ക് ഫോർമുലയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇനി നമ്മളുടെ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഡിക്രീസ് ആയാൽ കപ്പാസിറ്റൻസ് ഇസ് ഗോയിങ് ടു ഡിക്രീസ് ഓൺലി, റൈറ്റ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇൻക്രീസ് ചെയ്താലോ? ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. സോ വെൻ ഇറ്റ് ഇൻക്രീസസ് കപ്പാസിറ്റൻസ് വിൽ ഡിക്രീസ്. അപ്പൊ അതും കറക്റ്റ് ഓപ്ഷൻ അല്ല. ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇൻക്രീസസ് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിക്രീസ് ആയാൽ പറ്റില്ല, കാരണം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എവിടെയാണ് വരുന്നത്? ന്യൂമറേറ്ററിലാണ് വരുന്നത്. അപ്പൊ ഒന്നുകിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻക്രീസ് ആവണം, ഏരിയ ഇൻക്രീസ് ആവണം, അല്ലെങ്കിൽ പ്ലേറ്റ് സെപ്പറേഷൻ ഡിക്രീസ് ആവണം. ഇതില് നമുക്ക് തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഇൻക്രീസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, if a unit positive charge is taken from one point to another over an equipotential surface. Equipotential surface ന്റെ മീനിങ് എന്താണ്? Potential at every point is equal. അതാണ് equipotential surface എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഇങ്ങനെ ഒരു സ്ഫിയർ വരച്ചു. ഇതൊരു equipotential surface ആണെങ്കിൽ ഇതിന്റെ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, എല്ലാ പോയിന്റ്സിലും പൊട്ടൻഷ്യൽ മസ്റ്റ് ബി കോൺസ്റ്റന്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ്, അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു വർക്ക് ഡണിന്റെ ഫോർമുല എന്ന് പറയുന്നത് W is equal to V into Q. V എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ എയിൽ നിന്ന് ബിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ VB minus VA into Q എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ചാൽ VB is equal to VA. അപ്പൊ VB minus VA എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കേണ്ടത്, നമ്മൾ ഇത്രയും തലമുണ്ടാക്കിയൊന്നും ആലോചിക്കേണ്ട. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജ് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നോ വർക്ക് ഈസ് റിക്വയർഡ്. അപ്പൊ വർക്ക് ഡൺ ഈസ് 0 അല്ലെങ്കിൽ നോ വർക്ക് ഈസ് ഡൺ എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം.
27 drops of mercury are charged simultaneously to the same potential of 10 volts. ഇത് നീറ്റിലൊക്കെ ചോദിച്ച് വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക സോൾവ് ചെയ്യാൻ പറ്റുന്നതുമാണ് കേട്ടോ. What will be the potential if all the charged drops are made to combine to form one large drop? കുറെ ഡ്രോപ്സുകൾ കൂടി ചേർന്ന് ഒരു ലാർജ് ഡ്രോപ്പ് ആവുമ്പോൾ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് വോള്യം ആണ്. വോള്യത്തിൽ വ്യത്യാസമൊന്നും വരില്ല. കുറെ ചെറിയ ഡ്രോപ്സുകൾ ചേർന്ന് ഒറ്റ ഡ്രോപ്പ് ഓഫ് വാട്ടർ ആയി മാറിയാൽ അല്ലെങ്കിൽ മെർക്കുറി ആയിട്ട് മാറുമോ അല്ലെങ്കിൽ ഏത് ലിക്വിഡ് ആയിട്ട് മാറുവാണെങ്കിലും അവിടെ വോള്യം റിമെയിൻസ് ദ സെയിം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 27 drops of mercury are charged simultaneously to the same potential of 10 volt. അപ്പോൾ ഓരോ ചെറിയ ഡ്രോപ്പിന്റെയും പൊട്ടൻഷ്യൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത് 10 വോൾട്ട് ആണ്. പൊട്ടൻഷ്യലിന്റെ ഫോർമുല എന്താണ്? V is equal to KQ by R. അപ്പോൾ V എന്ന് പറയുന്നത് 10 ആണ്, which is equal to K. ചാർജ് ഓഫ് ഈച്ച് ഡ്രോപ്പ് നമുക്ക് അറിയില്ല, അതുപോലെ റേഡിയസും നമുക്ക് അറിയില്ല. ഇതിൽ നിന്ന് നമുക്ക് Q എന്താണെന്ന് എടുത്തെഴുതാം, 10 into R divided by K എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന കാര്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അതായത് ചാർജ് ഓൺ ഈച്ച് ഡ്രോപ്പ് ഇസ് ഗോയിങ് ടു ബി 10 R divided by K എന്നുള്ളത്. ഇനി ഈ എത്ര ഡ്രോപ്സ് ഉണ്ടെന്ന് പറഞ്ഞ 27 ഡ്രോപ്സ് ഉണ്ട്. ഈ 27 ഡ്രോപ്സ് കൂടെ ചേർന്ന് ഒരു വലിയ ഡ്രോപ്പ് ആയിട്ട് മാറുമ്പോൾ ഞാൻ പറഞ്ഞു വോള്യം ഷുഡ് റിമെയിൻ ദ സെയിം. വോള്യം ഓഫ് എ സ്ഫെറിക്കൽ ഷേപ്പ് എന്താണ്? ഇക്വേഷൻ 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ് അല്ലെങ്കിൽ 4/3 പൈ R ക്യൂബ് എന്നാണ്. അപ്പോൾ വോള്യം ഓഫ് ദ ബിഗ് സ്ഫിയർ ഇസ് ഗോയിങ് ടു ബി 4/3 പൈ ക്യാപിറ്റൽ R ക്യൂബ്, വിച്ച് മസ്റ്റ് ബി ഈക്വൽ ടു 27 ടൈംസ് 4/3 പൈ R ക്യൂബ്. അതായത് 27 into വോള്യം ഓഫ് ഈച്ച് സ്മോൾ ഡ്രോപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഈ 4/3 പൈ ഒക്കെ കട്ടായി പോവും. നമുക്ക് ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 27 എത്രയാണ്? 3 അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് R എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ക്യാപിറ്റൽ R ഈക്വൽ ടു 3R എന്ന് നമുക്ക് കിട്ടി. നേരത്തെ ഞാൻ കിട്ടിയ കാര്യം എന്തായിരുന്നു? ഒരു ഡ്രോപ്പിലുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു? 10R divided by K. ഇതുപോലെയുള്ള 27 ഡ്രോപ്സ് വരുന്ന സമയത്ത് ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? 27 into ചാർജ് ഓഫ് വൺ സ്മോൾ ഡ്രോപ്പ് വിച്ച് ഇസ് 10R by K. ഇനി പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗ് ഡ്രോപ്പ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വിക്കുള്ള ഫോർമുല KQ by R. ഇവിടെ Q എന്ന് പറയുന്നത് ചാർജ്, ടോട്ടൽ ചാർജ് ഓഫ് 27 ഡ്രോപ്സ്, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ ബിഗ് ഡ്രോപ്പ്, വിച്ച് ഇസ് ഈക്വൽ ടു K into Q എത്രയാണ് നമുക്ക് വരുന്നത്? 27 into 10R divided by K divided by ക്യാപിറ്റൽ R എന്ന് പറയുന്നത് 3 into സ്മോൾ R ആണ്. അപ്പൊ ഈ കെയും കട്ടായി പോയി, സ്മോൾ ആറും കട്ടായി പോയി. 3ഉം 27ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടി. 9 into 10 is equal to 90. അപ്പൊ 90 വോൾട്ട് എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. നമ്മുടെ ഓപ്ഷനിൽ 90 വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബിയിലാണ്. അപ്പൊ എല്ലാവർക്കും ഇതിന്റെ ഉത്തരം എങ്ങനെയാ കിട്ടിയെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളുടെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. Next question is, a capacitor has some dielectric between its plates and the capacitor is connected to a DC source. The battery is now disconnected and then the dielectric is removed. അപ്പോൾ ഒരു കപ്പാസിറ്റർ, അതിന്റെ ഇടയ്ക്ക് ഒരു ഡൈലക്ട്രിക് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു DC സോഴ്സുമായിട്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് ചാർജസ് വിൽ ബി സ്റ്റോർഡ്. കപ്പാസിറ്ററിന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് ടു സ്റ്റോർ ചാർജസ്, 2 ടു ബ്ലോക്ക് DC കറന്റ് എന്നുള്ളത്. അപ്പോൾ ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ബാറ്ററി നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ നോ മോർ ചാർജ് ഇസ് ഗോയിങ് ടു ബി ആഡഡ് ടു ഇറ്റ്. എത്രത്തോളം ചാർജ് ആണ് അതിനകത്ത് ഉണ്ടായത് അതങ്ങനെ നിൽക്കുന്നു. ഓക്കെ, അതിനുശേഷം ഡൈലക്ട്രിക് ഇസ് ഓൾസോ ബീൻ റിമൂവ്ഡ്. അപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ എന്താണ്? C equal to K epsilon 0 A by D എന്നുള്ളതാണ്. അപ്പൊ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മൾ അല്ലെങ്കിൽ ഡൈലക്ട്രിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂവിന് എന്താ സംഭവിക്കുന്നത്? കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഡിക്രീസ്. അപ്പൊ ആദ്യം വന്നിരിക്കുന്ന ഓപ്ഷൻ കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസ് എന്നുള്ളത് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം ഡൈലക്ട്രിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ഡിക്രീസ്. കാരണം K എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എനർജി സ്റ്റോർഡ് വിൽ ഡിക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എനർജിയുടെ ഇക്വേഷൻ U equal to Q² by 2C. ഓക്കെ, അപ്പൊ കപ്പാസിറ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ എനർജിക്ക് എന്താ സംഭവിക്കുന്ന? കപ്പാസിറ്റൻസ് ഈസ് കമ്മിങ് ഇൻ ദ ഡിനോമിനേറ്റർ. കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്താൽ എനർജി ഷുഡ് ഇൻക്രീസ്. അപ്പൊ എനർജി സ്റ്റോർഡ് വിൽ ബി ഡിക്രീസ് എന്നുള്ളത് അതും ഒരു റോങ് ഓപ്ഷൻ ആണ്. ഇനി അടുത്ത് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് വിൽ ഇൻക്രീസ് എന്നാണ്.
ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് കപ്പാസിറ്റൻസും ഇലക്ട്രിക് ഫീൽഡ് തമ്മിലൊരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതേസമയം പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസും ആദ്യം നമുക്ക് വി കണ്ടുപിടിക്കാം. അതിനുശേഷം വിനെ പ്ലേറ്റ് സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഓക്കെ, വി എന്ന് പറയുന്നത് എന്താണ്? വി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സി, റൈറ്റ്. അപ്പോ കപ്പാസിറ്റൻസ് എന്താ സംഭവിച്ചിട്ടുള്ളത്? കപ്പാസിറ്റൻസ് വാല്യൂ ഇസ് ഡിക്രീസിങ്. അപ്പൊ ഇവിടെ സി ഡിക്രീസ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഷുഡ് ഇൻക്രീസ്. ഇവിടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ റോങ്. വോൾട്ടേജ് ഡിക്രീസ് അല്ല, വോൾട്ടേജ് ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വി ഇൻടു ഡി. ഡി എന്ന് പറയുന്ന പ്ലേറ്റ് സെപ്പറേഷൻ ആണ്. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ആണ് ആവേണ്ടത്, നമുക്ക് മനസ്സിലായി. വോൾട്ടേജ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മസ്റ്റ് ഇൻക്രീസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഡൈഇലക്ട്രിക് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി increasing. അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബ്ലോക്ക്ഡ് ബൈ കപ്പാസിറ്റർ? കപ്പാസിറ്റർ DC സോഴ്സിനെ ബ്ലോക്ക് ചെയ്യും. ഇത് ശരിക്കും ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് പഠിക്കുന്നുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 പൈ ന്യൂ സി എന്നുള്ളതാണ്. ഇവിടെ ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഡയറക്റ്റ് കറന്റിനെ സംബന്ധിച്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. വിച്ച് മീൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് വിൽ ബി ഇൻഫിനിറ്റി. അതായത് DC സോഴ്സിന് capacitance will offer infinite reactance. Reactance എന്ന് വെച്ചാൽ opposition to the flow of current ആണ്. അതായത് റെസിസ്റ്റൻസിന്റെ ഈക്വലന്റ് ആയിട്ട് വരുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ AC സോഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് പഠിക്കുന്ന സമയത്ത് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഒരു ഫോർമുല വരുന്നുണ്ട്. ഓൾട്ടർനേറ്റിംഗ് കറന്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്നുകൂടെ പറയാം. ഓക്കെ, കപ്പാസിറ്ററിന് ബേസിക്കലി രണ്ട് ഫംഗ്ഷൻസ് ആണുള്ളത്. One, in electronic and electrical circuits we are using capacitor to block DC component of current. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് കപ്പാസിറ്റർ ക്യാൻ സ്റ്റോർ ചാർജസ് എന്നുള്ളത്. അപ്പൊ കപ്പാസിറ്റർ വിൽ ബി ബ്ലോക്കിംഗ് വിച്ച് സോഴ്സ് ഓഫ് കറന്റ്? ഇറ്റ് വിൽ ബി ബ്ലോക്കിംഗ് DC എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ഡൈഇലക്ട്രിക് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ടു പാരലൽ പ്ലേറ്റ്സ് ഓഫ് എ കപ്പാസിറ്റർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണിത്. അതിന്റെ ഒരു ഹാഫ് പോർഷനിലാണ് എന്ത് വെച്ചിരിക്കുന്നത്? ഡൈഇലക്ട്രിക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. The dielectric constant of the dielectric being K എന്നാണ് അതിന്റെ കോൺസ്റ്റന്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കപ്പാസിറ്റൻസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. C. ഇതിനെ നമുക്കിപ്പോ രണ്ട് സെപ്പറേറ്റ് കപ്പാസിറ്റേഴ്സ് ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, ഇത് ഒരു കപ്പാസിറ്റർ, ഇതിനെ ഞാൻ C1 എന്ന് വിളിക്കുന്നു. ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ C2. ഇത് രണ്ടും പാരലലി കണക്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇപ്പോ ഈ ഒരു കപ്പാസിറ്റർ ഇരിക്കുന്നത്. ഓക്കെ, അതിൽ C1ന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ഡൈഇലക്ട്രിക് ഒന്നും ഫിൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കപ്പാസിറ്ററിനകത്ത് ഫുള്ളി ഡൈഇലക്ട്രിക് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ്? ε0 A/d. ഇനി ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? K(ε0 A/d) എന്നാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ C1 എന്ന് പറയുന്നത് ε0 A/d-യും C2 എന്ന് പറയുന്നത് K(ε0 A/d) ആണ്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പ്ലേറ്റ് സെപ്പറേഷൻ, ഇതാണ് രണ്ട് പാരലൽ പ്ലേറ്റ്സ് അല്ലെ. ഈ പ്ലേറ്റിന്റെ സെപ്പറേഷൻ രണ്ടിലും വ്യത്യാസം വരുന്നില്ല. അതേസമയം ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ബിക്കംസ് ഹാഫ്. അതായത് മൊത്തം കപ്പാസിറ്റൻസ് നമ്മൾ C എന്നാണ് എടുക്കുന്നത്. അതെ, ഈ ഒരു മൊത്തം കപ്പാസിറ്റർ അതിന്റെ ഹാഫ് പോർഷൻ ആണ് എന്ത് ഫിൽ ചെയ്തിരിക്കുന്നത്? ഡൈഇലക്ട്രിക് ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ കപ്പാസിറ്റൻസ് വിൽ ബിക്കം A/2. അപ്പൊ എനിക്ക് C1 എന്നുള്ളത് ε0 A/2d, അതായത് ε0 A/d ആണ്. ആ A എന്ന് പറയുന്നത് A/2 ആണ്. സോ A/2d. ഓക്കെ, ഇനി C2 എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു ε0 A/2d. അവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടെയുണ്ട്, K കൂടെയുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് C1 ആൻഡ് C2ന്റെ വാല്യൂസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഡയഗ്രം കാണുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ കോമ്പിനേഷനിൽ CP എന്ന് പറയുന്നത് should be equal to C1 plus C2 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് രണ്ടിനെ ആഡ് ചെയ്ത് നോക്കാം. which will be equal to ε0 A/2d plus K(ε0 A/2d. ഈ 2 വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഹാഫ് പോർഷനിലാണ് ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഭാഗത്തിനും ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ആയിട്ട് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് ε0 A/d നമുക്ക് കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? which will be equal to 1/2 plus K/2. റൈറ്റ്. ഈ ε0 A/d നമുക്ക് എന്ത് എഴുതാം? ഒറിജിനൽ കപ്പാസിറ്റൻസ് C ആയിരുന്നു.
ഇവിടെ 2 എന്ന് പറയുന്നത് LCM കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ C/2 എന്ന് എഴുതുന്നു. ബാക്കിയുള്ളത് 1 + K എന്നാണ്. അപ്പൊ C into 1 + K/2 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉണ്ടോ നോക്കാം. K + 1/2 into C എന്നുള്ള ഓപ്ഷൻ C ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്തെടുക്കുന്നതാണ്. ഇനി സപ്പോസ് ചില സമയത്ത് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ഡയഗ്രാം ഒന്ന് മാറ്റി തന്നു വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഇതിന്റെ ഈ ഒരു പോർഷനിലാണ് ഹാഫില് ഡൈലക്ട്രിക് ഫില്ല് ചെയ്തത് എന്ന് വിചാരിക്കുക. ഈ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, ആ സമയത്ത് നമ്മൾ എടുക്കേണ്ടത് ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, 2 കപ്പാസിറ്റൻസ് പാരലലി കണക്ട് ചെയ്ത പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് നേരെ തിരിച്ചു വരുവാണെങ്കിൽ 2 കപ്പാസിറ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുന്ന പോലെ എടുക്കണം. അതുപോലെ പ്ലേറ്റ് ഏരിയയിൽ വ്യത്യാസം വരുന്നില്ല, പക്ഷെ പ്ലേറ്റ് സെപ്പറേഷൻ ഓരോ കപ്പാസിറ്ററിന്റെയും D/2 എന്ന് എടുക്കണം. കാരണം ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ആദ്യത്തെ ഇതിന്റെ സെപ്പറേഷൻ ടോട്ടൽ സെപ്പറേഷൻ D ആയിരുന്നെങ്കിൽ ഓരോ കപ്പാസിറ്ററിന്റെയും സെപ്പറേഷൻ D/2 ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ചെയ്യാൻ അറിയണം. ഓക്കെ, ഇങ്ങനെ വെർട്ടിക്കലി ആയിട്ടാണ് ഡൈലക്ട്രിക് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ സപ്പോസ് ടു ബി കണക്ടഡ് ഇൻ പാരലൽ. ഹൊറിസോണ്ടലി ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ സപ്പോസ് ടു ബി കണക്ടഡ് ഇൻ സീരീസ്. പിന്നെ ഏരിയ ആണോ പ്ലേറ്റ് സെപ്പറേഷൻ ആണോ ഹാഫ് ആക്കേണ്ടതെന്നുള്ളത് നമുക്ക് ലോജിക്കലി മനസ്സിലാവുന്നുണ്ട് അല്ലെ. അടുത്ത ചോദ്യം എങ്ങനെയാണ്, ഗ്രാഫ് ഷോസ് വേരിയേഷൻ ഓഫ് വോൾട്ടേജ് അക്രോസ് plates of 2 capacitors A and B versus increase of charge Q stored on them. Which of the 2 capacitors have got higher capacitance? നമുക്ക് A എന്നും B എന്നും പറയുന്ന 2 കപ്പാസിറ്റേഴ്സിന്റെ V വേഴ്സസ് Q ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ A വേഴ്സസ് B എന്നൊക്കെയുള്ള ഗ്രാഫ് തരുന്ന സമയത്ത് ക്വാണ്ടിറ്റി ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കപ്പാസിറ്റൻസ് ബിഗർ ആയിട്ടുള്ളത് ഏതിനാണ്. അപ്പൊ സി ആണ് നമ്മുടെ ചോദ്യം. ഗ്രാഫിലുള്ളത് വിയും ക്യൂ ആണ്. അപ്പോ സി എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് വി ആൻഡ് ക്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, സി ഇസ് നത്തിങ് ബട്ട് ക്യൂ ബൈ വി. ക്യൂ എന്ന് വരുന്നത് എക്സ് ആക്സിസിലാണ്, വി വരുന്നത് വൈ ആക്സിസിലാണ്. ശരിക്കും വൈ ബൈ എക്സ് എന്നുള്ളതാണ് സ്ലോപ്പ്. പിടിയിട്ടുണ്ടല്ലോ, y by x ആണ് സ്ലോപ്പ്. ഇവിടെ നമുക്ക് y by x അല്ല വന്നത്. Q എന്ന് പറയുന്നത് x ആക്സിസിലുള്ള ഒരു ക്വാണ്ടിറ്റി, V എന്ന് പറയുന്നത് y ആക്സിസിലുള്ള ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വി ക്യൂ ഗ്രാഫ് വരച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് വിൽ ബി ഈക്വൽ ടു 1 by സ്ലോപ്പ് ആണ്. അതിന്റെ അർത്ഥം സ്ലോപ്പ് കുറവുള്ള ക്വാണ്ടിറ്റിക്കാണ് കപ്പാസിറ്റൻസ് കൂടുതൽ ഉണ്ടാവുക. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റൻസ് വാല്യൂ വിൽ ബി ലെസ്സർ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ എയും ബിയും നോക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഹയർ എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ സ്ലോപ്പ് ഏതിനാണോ കുറവ് എന്നുള്ളത് നോക്കാം. എ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, ബി ഇസ് മേക്കിംഗ് എ ലെസ്സർ ആംഗിൾ. സോ ബി ഇസ് ഹാവിംഗ് ലെസ് സ്ലോപ്പ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഹാവിംഗ് മോർ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, a positively charged particle is released from rest in uniform electric field. The electric potential energy of the charge will what എന്നുള്ളതാണ് ചോദ്യം. കോൺസ്റ്റന്റ് ആണോ, ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നൊക്കെ ഉള്ളതാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ചാർജ് വിൽ ബി മൂവിംഗ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി മൂവിംഗ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് എഴുതേണ്ടത്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, അപ്പൊ ഇറ്റ് വിൽ ബി മൂവിംഗ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ചാൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പീരിയൻസിങ് എ ഫോഴ്സ്. ഫോഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേറ്റഡ് പാർട്ടിക്കിൾസ് മീൻസ് വെലോസിറ്റി ഇസ് ഇൻക്രീസിങ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഫോം ഓഫ് എനർജിയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ്. ഓക്കെ, നമുക്ക് കൺസർവേഷൻ ഓഫ് എനർജി ഇസ് ട്രൂ എവ്രിവെയർ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ in order for the total energy to be conserved, potential energy should decrease. ഓക്കെ, അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. ആദ്യം പറഞ്ഞത് എന്താ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പാർട്ടിക്കിൾ വിൽ മൂവ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതിൽ അപ്ലൈ ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇ ഇൻറ്റു ക്യൂ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ പുറത്ത് എന്ത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. F is equal to EQ എന്ന് പറയുന്ന ഫോമുല നമുക്കറിയാം. ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഈസ് an accelerated motion. Accelerated എന്ന് വെച്ചാൽ velocity is increasing. Increase in velocity will result in increase in kinetic energy. കാരണം kinetic energy എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. അപ്പൊ വെലോസിറ്റി കൂടിയാൽ kinetic energy കൂടും. കൺസർവേഷൻ ഓഫ് എനർജി ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ to balance the increase in kinetic energy there should be a decrease in potential energy. അപ്പൊ potential energy
of the charge should decrease. ഈ decrease in potential energy എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നൊന്ന് വായിച്ചു നോക്കാം. സി പറഞ്ഞിരിക്കുന്നത് decrease because charge move along the electric field. ഡി പറയുന്നത് എന്താ? ഡിക്രീസ് ബിക്കോസ് ചാർജ് മൂവ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. ഓപ്പോസിറ്റ് അല്ല, ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ചാർജ് വിൽ ബി മൂവിങ് അലോങ് ദ ഇലക്ട്രിക് ഫീൽഡ്. പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ആയതിന്റെ കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് ഇത് നമ്മളുടെ അവസാനത്തെ ചോദ്യമാണ്. ഏറ്റവും അവസാനത്തെ ചോദ്യം ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓഫ് എർത്ത് ഇസ് ടേക്കൺ ടു ബി 0 ബിക്കോസ് എർത്ത് ഇസ് നമ്മൾ എർത്തിങ് ചെയ്യുന്നത് എക്സസ് കറന്റ് ഉണ്ടെങ്കിൽ എർത്തിലോട്ട് അത് ഫ്ലോ ചെയ്യും. കാരണം എർത്ത് ഇസ് എ വെരി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ്. അപ്പൊ ബിക്കോസ് എർത്ത് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ആൻസേഴ്സും എങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സിലോട്ട് എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും എല്ലാം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ പരിഗണിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ ഹെഡ് ടു ഓൾ ഓഫ് യു.